ഒന്നും രണ്ടുമല്ല 12 പ്രവിശ്യകളായിട്ടാണ് പാകിസ്ഥാനെ വെട്ടിമുറിക്കാനായി പോകുന്നത്. ഈ ആഹ്വാനം നടത്തിയിരിക്കുന്നത് ബലൂച്ച് ലിബറേഷൻ ആർമിയാണ്. അവരുടെ ബലൂച്ച് പ്രവിശ്യയിൽ വലിയ രീതിയിലുള്ള ആഘോഷമാണ് ഇതേ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബലൂചിസ്ഥാനിലെ ആഘോഷങ്ങൾ എന്തിനാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് അവരുടെ ഉദ്ദേശം? പാകിസ്ഥാനെ 12 പ്രവിശ്യകളായി വിഭജിക്കണമെന്ന ആവശ്യം രാജ്യത്തെ ആദ്യം സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിനിപ്പോൾ രാജ്യത്തെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും കൂടുതൽ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഗ്രൗണ്ട് റിപ്പോർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഗവൺമെൻറ് വളരെയധികം അസ്വസ്ഥരാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്കും ടെഹ്രീക്കെ താലിബാനെയും ആദ്യം അവർ തീവ്രവാദികളായിട്ടാണ് കണ്ടതെങ്കിലും ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ഇപ്പോൾ അവരുടെ രക്ഷകരായിട്ടാണ് ഇവരെ കണക്കാക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഓപ്പറേഷൻ സിന്ദൂറിനും നമ്മുടെ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിനും വലിയൊരു പങ്കുണ്ട്. കാരണം ഇതിൽ രണ്ടിലും പാകിസ്ഥാൻ ഗവൺമെൻറ്റിന് ശോഭിക്കാൻ കഴിഞ്ഞില്ല. പാകിസ്ഥാൻ ഗവൺമെൻറ് ഇതിൽ രണ്ടിലും ദയനീയമായി പരാജയപ്പെടുകയും സിന്ധു നദീജല കരാർ ഇതുവരെ പുനഃസ്ഥാപിക്കാനായി യാതൊരുവിധ കരാറും ഗവൺമെൻറ്റുമായി നടത്താൻ കഴിയാത്തതും പാകിസ്ഥാൻ ഗവൺമെൻറ് നട്ടലില്ലാത്തൊരു ഗവൺമെൻറ്റാണ് എന്നൊരു പ്രതീതി ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ അവസരം മുതലെടുത്തുകൊണ്ടാണ് ഞങ്ങളാണ് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള രക്ഷകർ എന്ന് പറഞ്ഞുകൊണ്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും തെഹ്രീക്കെ താലിബാനും ഇവർക്കിടയിൽ പിടിമുറുക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇത് പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ബലൂച്ചിലെ ജനങ്ങൾ ഇപ്പോൾ സന്തുഷ്ടരാണെന്നാണ് പറയുന്നത്. പാകിസ്ഥാനെ 12 പ്രവിശ്യകളായി വിഭജിക്കുമെന്ന് അതിൻ്റെ ഭരണ വികസന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനുള്ള താക്കോലാണിതെന്നും ബലൂചിസ്ഥാൻ പൾസ് എന്ന വെബ്സൈറ്റ് പറയുന്നു. പാകിസ്ഥാനിൽ പുതിയ പ്രവിശ്യകൾ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന ചർച്ചകൾ നടക്കുന്നു. ബലൂചിസ്ഥാൻ ഇതിൽ ഉത്സവാന്തരീക്ഷത്തിലാണ് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പഞ്ചാബിനെ 4 മേഖലകളായും ബലൂചിസ്ഥാനെ 4 മേഖലകളായും വിഭജിക്കാനുള്ള നിർദ്ദേശത്തോടെ ഈ പുനഃസംഘടനയിലൂടെ വിഭവങ്ങളുടെ വിതരണം, ഭരണം, ദേശീയ ഐക്യം എന്നിവ മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് പലരും വാദിക്കുന്നു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വളരെ കാലമായി പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രം ആവശ്യപ്പെടുന്നു. പാകിസ്ഥാന് US ഉപരോധവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ പാകിസ്ഥാനിൽ ആകെ 4 പ്രവിശ്യകളാണുള്ളത്. അത് പഞ്ചാബ്, സിന്ധ്, ഖൈബർ പഖ്തൂൺഖ്വ, ബലൂചിസ്ഥാൻ എന്നിവയാണ്. അതേസമയം ഇസ്ലാമാബാദിനെ ഒരു ഫെഡറൽ തലസ്ഥാന മേഖലയായി കണക്കാക്കുന്നു. പാകിസ്ഥാൻ അധിനിവേശ കശ്മീർ, ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനും എന്നിവയും മറ്റു ഭരണ മേഖലകളാണ്. അവ പ്രവിശ്യകളിൽ നിന്നും വ്യത്യസ്തമായും കണക്കാക്കപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.